നമസ്കാരം, എല്ലാവർക്കും വിൻമയ്ക്കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായിട്ടൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കുക്കറിൽ ഒരു 4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തൈര്, 1 കപ്പ് തേങ്ങ, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, ഒരു 3 കായ്മുളക്, 3/4 ടീസ്പൂൺ കടുക്, 2 കറിവേപ്പില തണ്ട്, ഒരു 1/4 ടീസ്പൂൺ. ഈ ബീട്രൂട്ട് ഒന്ന് ചെറിയ നല്ലോണം പേസ്റ്റ് പോലെ അല്ലാണ്ട് ഒരു തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബീട്രൂട്ട് ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത തേങ്ങയും 2 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ജീരകം, 1 ടീസ്പൂൺ കടുക്, ഇത്രയും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അങ്ങനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇത്. അപ്പോൾ തേങ്ങയും ജീരകവും എല്ലാം കൂടി ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കത്തിക്കാം. അപ്പോൾ ഞാനൊരു ചട്ടിയിൽ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് അരച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇത് നമ്മൾ ഈ പച്ചടിക്ക് എടുക്കുമ്പോൾ ബീട്രൂട്ടിന് നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ എടുക്കാൻ നോക്കണം. ഈ ചില ബീട്രൂട്ട് ഉണ്ടാവും ഒരു വെള്ള കളർ അടിക്കുന്നത്, അതിനെ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിന് കളർ കിട്ടൂല, നല്ല റെഡിഷ് കളർ കിട്ടൂല. കഴിഞ്ഞ് നോക്കുക, ആ ബീട്രൂട്ടിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് ചിരണ്ടി കൈ കൊണ്ട് ചെറുങ്ങനെ ഒന്ന് തൊട്ട് തോലെടുത്ത് നോക്കിയാൽ തിരിയും നല്ല കളറുള്ളതാണോ അല്ലെ മറ്റേ വൈറ്റ് പോലത്തതാണോ എന്ന്. ഇതിനെടുക്കുമ്പോൾ നല്ല ഈ നല്ല കളറുള്ളത് തന്നെ എടുക്കാൻ നോക്കണം. അപ്പോൾ ഇതൊന്ന് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച അരപ്പിട്ട് കൊടുക്കാം. ഇനി ഈ അരപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാൻ ഇത് ബീട്രൂട്ട് വേവിച്ച ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ ആ മിക്സീൻ്റെ ജാറിൽ വെച്ചിട്ട് ഇതിലിട്ടിട്ടുണ്ട്. ഇനി നല്ലോണം ഈ തേങ്ങ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തീ നല്ലോണം ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നിട്ട് വേണം തൈര് ഒഴിച്ച് കൊടുക്കേണ്ടിയിട്ട്. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇളക്കിക്കൊണ്ടേ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നവരെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച തൈര് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇത് കട്ടയില്ലാണ്ട് ഉടച്ച ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം നല്ലോണം കുറക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പിരിഞ്ഞു പോകും. അപ്പോൾ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളക്കാനേ പാടില്ല, പിരിഞ്ഞു പോകും. ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്കിത് ഇറക്കി വെക്കാം. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ചൂടായി വന്നേരം എണ്ണ ഒഴിക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്, നമുക്ക് കായ്മുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വറുത്തിട്ട് അപ്പോൾ നമ്മളെ ബീട്രൂട്ട് പച്ചടിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് ഞാൻ എടുക്കുന്നതാണ്. നമ്മളെ ഉത്രാട സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള എരിവും പുളിയും മധുരവും എല്ലാം ഉള്ള ഒരു പച്ചടിയാണ്. അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് നാളെ ഒരു ഓണം സ്പെഷ്യൽ പാൽപ്പായസമായിട്ട് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.